VSന്റെ മകന് CPM സീറ്റ് കൊടുക്കില്ല. വെട്ടിനിരത്തൽ നടത്തിയാൽ നഷ്ടം ആ പാർട്ടിക്ക് തന്നെയെന്ന് മനസ്സിലാക്കുക. ഇടതുപക്ഷത്തിന്റെ ഉരുക്കുകോട്ടയായിട്ടുള്ള മലമ്പുഴയിൽ VS അച്യുതാനന്ദന്റെ മുൻ വിശ്വസ്തൻ സുരേഷ് ഉണ്ട്. ആ സുരേഷിനെ കളത്തിലിറക്കി അട്ടിമറിക്ക് തയ്യാറെടുക്കുന്നത് UDF ആണ്. VSന്റെ മുൻ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിരുന്നല്ലോ ഈ സുരേഷ്. UDFന്റെ സ്വതന്ത്രനായി മത്സരിക്കുമെന്നുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തു വരുമ്പോൾ തന്നെ അത് പലർക്കും വിശ്വസനീയമല്ല. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര പാലക്കാട് ജില്ലയിൽ പ്രവേശിക്കുമ്പോൾ സുരേഷിന്റെ പങ്കാളിത്തം രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇടതുകോട്ടയിൽ വിള്ളലുണ്ടാക്കുവാൻ സുരേഷിനേക്കാൾ മികച്ചൊരു തുറുപ്പുചീട്ടില്ല എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. കാരണം മലമ്പുഴ എന്ന് പറയപ്പെടുന്നത് ബാലികേറ മലയാണ് കോൺഗ്രസിന് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അവിടെ പക്ഷേ VSന്റെ സന്തത സഹചാരിയായിരുന്ന സുരേഷിനെ പോലൊരാൾ UDFന്റെ പാനലിൽ സ്ഥാനാർത്ഥിയായിട്ടെത്തുമ്പോൾ ഒന്ന് CPMന് വേണമെങ്കിൽ പിടിച്ചു കുലുക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ സുരേഷിനെ അവിടെ ഉപയോഗിക്കുവാനുള്ള സാധ്യതകൾ തേടുകയാണ് UDF. എന്നാൽ മലമ്പുഴയിൽ CPM ആരെ ഇറക്കും എന്നതിനെ കുറിച്ച് ആയിരിക്കും സുരേഷിന്റെ അന്തിമ നിലപാടുണ്ടാകാൻ പോകുന്നത്. അവിടെ VSന്റെ മകൻ VA അരുൺകുമാറിനെ മലമ്പുഴയിൽ LDF സ്ഥാനാർത്ഥിയാക്കിയേക്കുമെന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ ശക്തമാണ്. അരുൺകുമാർ മത്സര രംഗത്തുണ്ട് എങ്കിൽ VS കുടുംബത്തോടുള്ള ആത്മബന്ധം കാരണം സുരേഷ് പിന്മാറിയേക്കും. നിലവിൽ അയ്യച്ചാടിയിൽ ഉന്നത പദവിയിലിരിക്കുന്ന അരുൺകുമാറിനെ രാഷ്ട്രീയത്തിലേക്ക് ഇറക്കുന്നതിലൂടെ VS വികാരം വോട്ടാക്കി മാറ്റാനാണ് CPM ജില്ലാ കമ്മിറ്റിയുടെ നീക്കം നടക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു സാധ്യത ജില്ലാ കമ്മിറ്റിക്കുണ്ടെങ്കിലും സംസ്ഥാന കമ്മിറ്റി അങ്ങനെ ഒരു സംഭവത്തോട് യോജിപ്പുണ്ടാകാനുള്ള സാധ്യത കുറവാണ്. എങ്ങനെയാണോ VS അച്യുതാനന്ദനെ വെട്ടിനിരത്തിയത് അതുപോലെ തന്നെയായിരിക്കും ഇവിടെ അരുൺകുമാറിനെയും വെട്ടിനിരത്താൻ ഇവർ ആലോചിക്കുന്നത്. പക്ഷേ അരുൺകുമാർ നല്ലൊരു കാൻഡിഡേറ്റ് ആയിരിക്കും മലമ്പുഴയിൽ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം VSന് അത്രത്തോളം ആത്മബന്ധമുള്ള ഒരു മണ്ഡലമാണ് ഈ മലമ്പുഴ എന്ന് പറയപ്പെടുന്നത്. അവിടെ വേണമെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അരുൺകുമാറിന് മത്സരിക്കുകയും ചെയ്യാം. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം ഇതാണ് എങ്കിലും സംസ്ഥാന നേതൃത്വം അതിന് വഴങ്ങുമെന്ന് തോന്നുന്നില്ല. മാത്രമല്ല അയ്യച്ചാടിയിലെ ഉന്നത പദവിയിലിരിക്കുന്ന അരുൺകുമാർ പെട്ടെന്നൊരു VRS എടുത്ത് രാഷ്ട്രീയത്തിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിലും സംശയമുണ്ട്. പകരം അയ്യച്ചാടിയിലെ പദവിയിൽ നിന്നൊക്കെ റിട്ടയർ ആയതിനു ശേഷമായിരിക്കും രാഷ്ട്രീയത്തിലേക്ക് ഒരു കൈ നോക്കാൻ ചിലപ്പോൾ അരുൺകുമാർ ശ്രമിക്കുന്നത് എന്ന് കരുതാം. പക്ഷെ അതല്ല, ജില്ലാ കമ്മിറ്റിയുടെ നീക്കങ്ങൾ